എല്ലാ പ്രിയമിത്രങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് മയിലിന് അഴകുണ്ടായത്. ആ കഥയാണ് പറയുന്നത്. സർവ്വ രാജാക്കന്മാരെയും ജയിക്കണമെന്നുറപ്പിച്ച് രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഉശീരവീരം എന്ന പർവ്വതത്തിൽ ചെന്നിറങ്ങി. ആ പർവ്വതത്തിൻ്റെ താഴ്വാരയിൽ ഒരു ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ വെച്ച് മരുത്തൻ എന്ന രാജാവ് ഒരു യാഗം നടത്തുന്ന സമയമായിരുന്നു അത്. ഹവിർഭാഗം സ്വീകരിക്കുന്നതിനു വേണ്ടി ഇന്ദ്രാദി ദേവകളെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോഴാണ് രാവണന്റെ വരവ്. എവിടെ യാഗം നടന്നാലും അവിടെ പാഞ്ഞെത്തി അത് മുടക്കുക അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തുക എന്നത് രാവണന്റെ ഇഷ്ടവിനോദമായിരുന്നു. രാവണനെ എതിർത്ത് തോൽപ്പിക്കാൻ പ്രയാസമാണെന്ന് അറിയാമായിരുന്ന ദേവന്മാർ പ്രാണനും കൊണ്ട് പാഞ്ഞു. ഓരോരുത്തരും ഓരോ പക്ഷികളുടെ രൂപമെടുത്താണ് രക്ഷപ്പെട്ടത്. ഇന്ദ്രൻ മയിൽ വേഷമാണ് സ്വീകരിച്ചത്. അതോടെ സ്വർഗ ചക്രവർത്തിക്ക് മയിലിനെ വലിയ കാര്യമായി. ഇന്ദ്രൻ മയിലിനെ അരികിൽ വിളിച്ച് സ്നേഹവാത്സല്യങ്ങളോടെ തലോടുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതലാണ് നീല നിറമായിരുന്ന മയിലിന് രൂപത്തിൽ മാറ്റമുണ്ടായത്. പീലികൾ വിവിധ വർണ്ണത്തിലുള്ളതായി. പീലികൾക്ക് കണ്ണുകളുമുണ്ടായി. ഈ കണ്ണുകൾ ഇന്ദ്രൻ നൽകിയതാണ് എന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, നിങ്ങളെ ആര് കൊന്നാലും അവർ താമസം വിന മരിക്കാനിടയാകും എന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ചു. അന്നു മുതൽക്കാണ് ഇന്ദ്രന്റെ അനുഗ്രഹമെന്നോണം ഭൂമിയിൽ പുതുമഴ പെയ്യുമ്പോൾ മയിലുകൾ പീലി വിടർത്തി ആടുന്നത്. ഈ വേള ഇന്ദ്രസ്തുതി ആയിട്ടാണ് പലരും കരുതുന്നത്. മയിൽ സുബ്രഹ്മണ്യന്റെ വാഹനവുമാണല്ലോ. എല്ലാവർക്കും കഥ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്ത കഥയുമായി അടുത്ത വിഷയവുമായി അടുത്ത ദിവസം വരാം. നമസ്തേ.